കർത്താവിന്റെ വിലയേറിയ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളെ ആധാരമാക്കി യഥാസ്ഥാനപ്പെടുക എന്നുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുവാനും പഠിക്കുവാനും ദൈവം നമ്മെ സഹായിച്ചത്. നാം കഴിഞ്ഞ ദിവസത്തിൽ കണ്ടതുപോലെ അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് തൻ്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള കാരണം അന്നുണ്ടായിരുന്ന ദൈവസഭയുടെ ആത്മീകമായിരിക്കുന്ന അവസ്ഥ അവരെ തികച്ചും ദൈവത്തിന് ഉപയോഗിക്കുവാൻ അവരെ കിട്ടാത്ത നിലയിൽ ആയിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായ തോതിൽ തൻ്റെ മക്കളെ ഉപയോഗിക്കത്തക്കവണ്ണം അവരെ ലഭിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കരയുന്ന പ്രിയ അപ്പോസ്തലനായിരുന്ന പൗലോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം ഒരു കാര്യം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടത്, ദൈവം ആഗ്രഹിക്കുന്ന ആ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക അത് വളരെ അനിവാര്യമായ ഒന്നാണ്. എന്നാൽ അങ്ങനെ എത്തിച്ചേരണം എന്ന് വരികിൽ നാം അറിയുന്നത് പോലെ ദൈവമാക്കിയ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകാൻ ഏതെല്ലാം കൽപ്പനകളാണോ ലംഘിക്കുവാനിടയായത്, ആ ദൈവകൽപ്പനകളുടെ എല്ലാം അനുസരണം കൊണ്ട് മാത്രമേ യഥാസ്ഥാനത്വം ശരിയായി വരികയുള്ളൂ. മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഏതെല്ലാം ലംഘനങ്ങൾ അഥവാ പാപങ്ങളാണോ നമ്മെ ദൈവമാക്കിയ സ്ഥാനത്ത് നിന്നും മാറിപ്പോകുവാൻ കാരണമായിട്ട് തീർന്നത്, ആ കൽപ്പനകളുടെ എല്ലാ അനുസരണത്താൽ മാത്രമേ തിരികെ ആ സ്ഥാനത്തേക്ക് വരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ല എന്ന് വരികിൽ അതിന് യഥാസ്ഥാനത്വം എന്ന് പറയുവാനോ ദൈവത്തിന് അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുവാനോ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വളരെ നാളുകൾക്ക് മുൻപ് ജോൺ കുര്യൻ അങ്കിൾ പറഞ്ഞ ഒരു ഉദാഹരണം നാമും ചിലപ്പോഴൊക്കെ അത് ഓർത്തിട്ടുള്ള കാര്യമാണ്. ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ഒരിക്കൽ കൂടെ അത് ആ ഒരു ഉദാഹരണം പറയുമ്പോൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാകും എന്നതുകൊണ്ട് പറയുകയാണ്. നമുക്കറിയാം, ഒരു ട്രെയിനിന്റെ എഞ്ചിൻ താളം തെറ്റിയാൽ, അതിന്റെ പാളത്തിൽ നിന്ന് പാളം തെറ്റി എന്നാണ് സാധാരണ നമ്മൾ പറയാറ്. പാളമല്ല തെറ്റുന്നത്, മറിച്ച് തെറ്റുന്നത് എഞ്ചിനാണ്, അല്ലെ? എഞ്ചിൻ പാളത്തിൽ നിന്നും തെറ്റുകയാണ് ചെയ്യുന്നത്. അതിന്റെ ആ ലക്ഷ്യത്തിൽ നിന്ന് ആ എഞ്ചിൻ അത് തെറ്റി മാറുകയാണ്. ആ എഞ്ചിൻ ആ സ്വസ്ഥാനത്തേക്ക്, അതേ പാളത്തിലേക്ക് എടുത്തു വെക്കാത്തിടത്തോളം കാലം ആ എഞ്ചിന് ഒരു കാരണവശാലും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. അന്ന് ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ആ എഞ്ചിൻ പാളം തെറ്റി കിടക്കുകയാണ്. അതിന്റെ ബോഗികളൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയാലോ, അതിന്റെ ആ കമ്പാർട്ട്മെന്റുകളൊക്കെ ഒന്ന് AC ആക്കിയാലോ ഒന്നും തന്നെ ആ വണ്ടി മുന്നോട്ട് പോകില്ല. ആ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ സംഭവിക്കേണ്ടത് എന്താണ്? ഈ എഞ്ചിൻ അത് ആ പാളത്തിലേക്ക് എടുത്തു വെക്കണം. അതിന്റെ പേരാണ് യഥാസ്ഥാനത്വം എന്ന് പറയുന്നത്. എവിടെയാണോ തെറ്റിയത് അവിടെ തന്നെ അത് എടുത്ത് വെക്കണം. താന് അന്ന് പറഞ്ഞ ഉദാഹരണം, എറണാകുളത്ത് വെച്ചാണ് താൻ ആ ക്ലാസ് എടുത്തത്. ഞാനത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. താൻ പറഞ്ഞു, എറണാകുളത്തൊരു വണ്ടി പാളം തെറ്റിയാൽ തിരുവനന്തപുരത്തല്ല അത് നന്നാക്കേണ്ടത്. എറണാകുളത്ത് പാളം തെറ്റിയാൽ എറണാകുളത്ത് തന്നെ അത് പാളത്തിലേക്ക് എടുത്തു വെക്കണം. എന്നതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എവിടെയാണോ നമ്മൾ തെറ്റിപ്പോയത് അവിടെ വേണം എന്ത് ചെയ്യാൻ? യഥാസ്ഥാനത്വം ഉണ്ടാകുവാൻ. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ,
നമ്മുടെ സഭാജീവിതത്തിൽ എവിടെയാണോ എന്റെ മുൻപോട്ട് പോകലിന് തടസ്സമായിട്ട് തെറ്റുകൾ സംഭവിച്ചത്, അവിടെ ഞാൻ തിരുത്തി മുന്നേറുന്നില്ല എന്ന് വരികിൽ ഈ വണ്ടി മുൻപോട്ട് പോകയില്ല. ക്രിസ്തീയ ജീവിതം പരാജയമായിട്ട് തീരുവാൻ ഇടയാകും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതിന്റെ തുടർച്ച എന്നോട് ഞാൻ പറയട്ടെ. യഥാസ്ഥാനത്വത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉതകുന്ന പ്രധാനപ്പെട്ട കാര്യം, എവിടെയാണോ ലംഘനം നടന്നത് അവിടേക്ക് തിരിച്ചു വരിക, ലംഘനം നടന്നതിനെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. നാം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു, യഥാസ്ഥാനത്വത്തിലേക്ക് നമ്മെ നടത്തുന്ന ചില ചവിട്ടുപടികൾ എന്ന് പറയുന്നത്, ഒന്ന്, അവന്റെ വചനം നമ്മൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിന്റെ ശ്രദ്ധയോടുകൂടെ കേൾവി, അതാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. രണ്ടാമത് നമ്മൾ കണ്ടു, യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ നമ്മൾ കണ്ടു, വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കണം. പിന്നെ നമ്മൾ കണ്ടു, നാം നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമ്മൾ വിടുക, യേശുവിനെ നോക്കി നമ്മൾ ഓടുക. അപ്പോൾ മാത്രമാണ് യഥാസ്ഥാനത്വത്തിലേക്കുള്ള മടങ്ങിവരവ് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത് വേണ്ടത് എന്താണ്? ദൈവത്തിന്റെ വചനം അത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചില കാര്യമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ നമ്മൾ കണ്ടതുപോലെ എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, അതുകൊണ്ട് നാം എപ്പോഴെങ്കിലും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അധികം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ മനസ്സിരുത്തി ആ ദൈവവചനത്തെ നമ്മൾ വിലയിരുത്തണം. നമ്മളൊരു വചനം കേട്ടാൽ അത് ദൈവദാസന്മാരിലൂടെ നമ്മൾ കേൾക്കുമ്പോഴാകട്ടെ, തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്ന സമയത്താകട്ടെ, ആ ഒരു തിരുവെഴുത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിരുത്തണം. എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് ഇതിൽ നിന്ന് ദൈവത്തിന് എന്നോട് പറയാൻ ഉള്ളത്? ആ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ വചനം ശ്രദ്ധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴുകിപ്പോകുന്നതിന്, തെന്നിപ്പോകുന്നതിന്, പിന്മാറിപ്പോകുന്നതിന് കാരണമായി തീരുകയില്ല. മറിച്ച് ആ ശ്രദ്ധയോടുകൂടിയ വചന കേൾവി അത് നമ്മെ കൂടുതൽ ദൈവത്തിന്റെ കൃപയിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം കാരണമാകും. അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, വചനത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത്? അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ദൈവവചനത്തിന്റെ മനസ്സിരുത്തിയുള്ള ആ വിലയിരുത്തലും അനുസരണവുമാണ് യഥാസ്ഥാനത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നതെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒട്ടും അലസമായി കാണേണ്ട കാര്യമല്ല. എന്നാൽ ഇന്ന് വിശ്വാസികളായ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നത് ഈ ദൈവവചന വായനയിലും ദൈവവചന ധ്യാനത്തിലും ദൈവവചന അനുസരണത്തിലുമാണ് എന്നുള്ളത് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. അതാണ് ഇന്നത്തെ ദൈവമക്കളിൽ കാണുന്ന അനേക പരാജയങ്ങളുടെ കാരണം എന്ന് പറയുന്നത്. ഈ എബ്രായ ലേഖനത്തിൽ പഴയ നിയമത്തിൽ നിന്നും 90-ൽ പരം വാക്കുകളാണ് എടുത്ത് ഈ ലേഖനകാരൻ ചേർത്തിട്ടുള്ളത്. ഏതാണ്ട് 90ഓളം അല്ലെങ്കിൽ 90-ൽ പരം വരുന്നതായ വാക്കുകൾ പഴയ നിയമത്തിൽ നിന്ന് ഈ ലേഖനത്തിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ മിക്കവാറും നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇത് ഇങ്ങനെ യഹോവ അരുളി ചെയ്യുന്നു, ഇത് യഹോവയുടെ അരുളപ്പാടായിരുന്നു എന്ന് പറയുന്ന വാക്കുകളാണ് നിരന്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് യഹോവയുടെ അരുളപ്പാടാണ്. ആ നിലയിൽ അതിന്റെ 8-ാം അധ്യായത്തിന്റെ എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പർവ്വതത്തിൽ അവിടെ വായിക്കുന്നത്, കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ. അപ്പോൾ മോശ എന്ന ദൈവഭക്തനെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ മോശ ചെയ്ത കാര്യം എന്താണ്? സകലത്തിലും ദൈവം എന്ത് അരുളി ചെയ്തവോ
അങ്ങനെ തന്നെ താനത് ചോദ്യം ചെയ്യാതെ അനുവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അരുളപ്പാടുകൾ എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാനുള്ളതാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അത് ചോദ്യം ചെയ്യാനുള്ളതല്ല, തർക്കുത്തരം പറയാനുള്ളതല്ല, തർക്കിക്കാനുള്ളതല്ല, അതിനോട് മത്സരിക്കാനുള്ളതല്ല. ഞാൻ വിശദീകരിക്കാം. അത് എന്താണ്? അരുളി ചെയ്തതെന്തോ അതനുസരിക്കാനുള്ളതാണ്. അത് ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. നാം ഓരോരുത്തരും അനുസരിക്കുവാൻ ബാധ്യതയാണ്. കാരണം എന്താണ്? ഇത് ദൈവം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. നമുക്ക് ഈ പുസ്തകത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ നമുക്ക് വായിക്കാം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം അരുളി ചെയ്തതാണ്. ഇതാരാണ്? ഈ അരുളി ചെയ്തത് ആരാണ്? ദൈവം അരുളി ചെയ്യുന്നു. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവം, അതായത് പിതാവായ ദൈവം ആരോട് അരുളി ചെയ്യുന്നു? തന്റെ മക്കളോട് അരുളി ചെയ്യുന്നു. രണ്ടാമത് അതിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ പിതാവായിരിക്കുന്ന ദൈവം അരുളി ചെയ്യുന്നു. പിന്നെ ആരാണ്? പുത്രനായ യേശുക്രിസ്തു അരുളി ചെയ്യുന്നു. അത് 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. അപ്പോൾ അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ പിതാവായ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, പുത്രനായ യേശുക്രിസ്തുവിന്റെ അരുളപ്പാടുകൾ നമ്മൾ എന്ത് ചെയ്യണം? അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. ഇനി 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതുപോലെ. അപ്പോൾ ആരാണ് അവിടെ അരുളി ചെയ്തത്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ത്രിയേക ദൈവമാണ് തന്റെ ജനത്തെ അഭിസംബോധന ചെയ്യുന്നത്. ത്രിയേക ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് നമ്മോട് ദൈവം സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ആ അരുളപ്പാടുകളെ ഒരു കാരണവശാലും തിരസ്കരിക്കുവാൻ നമുക്ക് നിയമമില്ല. ഇനി 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. അപ്പോൾ അതും എന്ത് ചെയ്യാൻ പാടില്ലാത്തതാണ്? അതും ലംഘിക്കാൻ പാടില്ലാത്തതാണ്. ദൂതന്മാർ മുഖാന്തരം ദൈവം തന്റെ വചനം നമ്മോട് അരുളി ചെയ്തു. ഇനി 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, പ്രവാചകന്മാർ മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നു. പിന്നെ ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരാൽ ലഭിച്ചതായിരിക്കുന്ന അരുളപ്പാടുകൾ, ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവത്തിൽ നിന്നും പ്രാപിച്ച് തന്റെ ജനത്തോട് അറിയിച്ച അപ്പോസ്തലന്മാരുടെ തിരുവെഴുത്തുകൾ. അവിടെ അപ്പോസ്തലൻ പറയുന്ന വാക്കെന്താണ്? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും വന്നറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ പിതാവായ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, ദൂതന്മാര്, അപ്പോസ്തലന്മാര്, ഈ നാളുകളിൽ ആരാ സംസാരിക്കുന്നത്? ഈ നാളുകളിൽ ദൈവം തന്റെ സഭയിൽ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർ മുഖാന്തരം എന്ത് ചെയ്യുന്നു? ഈ ദൈവത്തിന്റെ അരുളപ്പാടുകൾ തന്റെ സഭയെ ദൈവം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇന്ന് നേരിട്ട് സംസാരിക്കുന്നു എന്നല്ല, ഇന്ന് ദൈവം അതിനാക്കി വച്ചിരിക്കുന്നത് ആരെയാണ്? തന്റെ ശുശ്രൂഷകന്മാരെയാണ്. തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിന്റെ മേൽ നമുക്ക് പ്രകാശനം നൽകുന്നു. എന്നാൽ തന്റെ സഭയെ പഠിപ്പിക്കുവാൻ ദൈവം ആക്കി വെച്ചിട്ടുള്ളത് തന്റെ വിശുദ്ധന്മാരെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് 12-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 12-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. അത് വളരെ വളരെ ഗൗരവത്തോടെ നാം കാണേണ്ട കാര്യമാണ്. അരുളി ചെയ്തവനെ എന്ത് ചെയ്യാൻ പാടില്ല? നിരസിക്കരുത്. അവിടെ ഡു നോട്ട് റെഫ്യൂസ് എന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിരാകരിക്കരുത്.
ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ് എന്ന് എങ്ങനെ നാം മനസ്സിലാക്കുന്നത്? തിരുവെഴുത്തുകൾ ദൈവം നമ്മുടെ കരങ്ങളില് തന്നിട്ടുണ്ട്. ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുന്നുണ്ട്. അത് ദൈവശ്വാസീയമാണ്. ദൈവം തന്റെ വാക്കിനാൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ നമ്മൾ ഒരു കാരണവശാലും നിരസിക്കരുത്. എനിക്കിത് പറ്റില്ല എന്ന് പറയാൻ ഒരു കാരണവശാലും സാധ്യമല്ല. ഈ പുതിയ നിയമസഭയുടെ ഈ നൂറ്റാണ്ടിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനങ്ങളുണ്ട്. ആ ദൈവത്തിന്റെ വചനം, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഉപദേശപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, എന്താണ് നമ്മൾ അനുസരിക്കേണ്ടത്, എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ പൂർണ്ണമായിരിക്കുന്ന തോതിൽ അനുസരിച്ചേ മതിയാകൂ. ദൈവത്തിന്റെ അരുളപ്പാടുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിരസിക്കുവാനായിട്ട് പാടില്ല. 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ തൊട്ട് മുകളിൽ 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ് പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതുപോലെ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ അരുളി ചെയ്തത്? നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കഠിനമാക്കരുത്. സ്റ്റബോൺ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ദുർവാശി പിടിക്കരുതെന്നാണ്. ദൈവവചനത്തെ അനുസരിക്കാതിരിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുർവാശി കാണിക്കരുത്, വാശി കാണിക്കരുത്. ദൈവവചനത്തോട് മറുതലിക്കാൻ ദുർവാശി കാണിക്കരുത്. കാരണം അത് അരുളി ചെയ്തവനെ നിരസിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തിന്റെ തിരുവെഴുത്ത് ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിട്ട് ആ വചനത്തെ ഞാൻ ലംഘിക്കുന്നുവെങ്കിൽ ഞാൻ ദുർവാശി കാണിക്കുന്നു. അത് ദൈവത്തിന് എതിരാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതിന്റെ 15-ാമത്തെ വാക്യം, 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. നിങ്ങൾ മത്സരികളാകരുത്. നോട്ട് ടേൺഡ് അഗൈൻസ്റ്റ് ഗോഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം അരുളി ചെയ്തതിനെ നിരസിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്ന്, ഞാൻ ആർക്കെതിരാണ്? ഞാൻ ദൈവത്തിനെതിരാണ്. നമ്മളത് അറിയുന്നില്ല. നാം ദൈവത്തിന്റെ ഒരു വചനത്തെ അനുസരിക്കാതെ പോകുമ്പോൾ നാം ദൈവത്തിനെതിരാകുകയാണ്, മത്സരിക്കുകയാണ്, ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ്, നമ്മുടെ ഹൃദയത്തിൽ ദുർവാശിക്ക് ഇടം കൊടുക്കുകയാണ്. എന്തിനോട്? ദൈവവചനത്തെ അനുസരിക്കാതിരിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അരുളി ചെയ്തവനായ ദൈവത്തെ നമ്മൾ ഒരു കാരണത്താലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല? അവനെ നിരാകരിക്കുവാനായിട്ട് പാടില്ല. നാം മത്സരികൾ ആകുവാനായിട്ട് പാടില്ല. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഈ ദുർവാശിയും ഹൃദയകാഠിന്യവും നിമിത്തം എന്ത് ചെയ്യുന്നില്ല? ദൈവവചനത്തെ അവര് അനുസരിക്കുന്നില്ല. അപ്പോൾ അനുസരിക്കാതിരിക്കരുത്. ഈ ദൈവത്തോട് നമ്മൾ അനുസരണക്കേട് കാണിക്കരുത്. 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? അവിശ്വസിക്കരുത്. എന്തിന്? ദൈവത്തിന്റെ അരുളപ്പാടുകളെ നമ്മൾ അവിശ്വസിക്കാൻ പാടില്ല. അതിൽ ഉവ്വ് എന്ന് പറഞ്ഞാൽ അത് ഉവ്വ് എന്ന് തന്നെയാണ്. അത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സംഭവിക്കുമെന്ന് തന്നെയാണ്. അതിന്റെ വള്ളിക്കെങ്കിലുമോ പുള്ളിക്കെങ്കിലുമോ മാറ്റുവാൻ നമുക്കാർക്കും ദൈവം അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുകളെ നാം ഒരു കാരണവശാലും അവിശ്വസിക്കുവാൻ പാടുള്ള ഒന്നല്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അതീവ ശ്രദ്ധാലുവായിട്ട് നമ്മൾ കേൾക്കേണ്ടതാണ്. ഈ ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമ്മൾ നിരസിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഹൃദയത്തെ കഠിനമാക്കിയാൽ, ദൈവത്തിനെതിരെ നമ്മൾ തിരിഞ്ഞാൽ, അനുസരണക്കേട് കാണിച്ചാൽ, അവിശ്വാസത്തിൽ നമ്മൾ തുടർന്നാൽ എന്താ ഉണ്ടാകുന്നത്? അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ? നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, ഈ മനോഭാവം ഒരു വ്യക്തിയെ എന്തിലേക്ക് നയിക്കും?
അത് പാപത്തിലേക്ക് നയിക്കും. പാപം ചെയ്യുന്നതിന് മടിയുണ്ടാകാത്ത ഒരു അനുഭവത്തിലേക്ക് അവനെ നിയന്ത്രിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, ആരൊക്കെ ദൈവത്തിന്റെ അരുളപ്പാടുകളെ നിരസിച്ചിട്ടുണ്ടോ അടുത്ത ദിവസം കണ്ടാൽ അറിയാം അവൻ എവിടെ കിടക്കുന്നത്. അവൻ പാപത്തിലാണ്, അവൻ വീണ് കിടക്കുന്നവനായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉദാഹരണമാണല്ലോ കയ്യിന്റെ ചരിത്രം. കയ്യിനോട് ദൈവം എന്താ പറഞ്ഞത്? മോനെ, പാപം നിന്റെ വാതിൽക്കലാ കിടക്കുന്നത്, നീ എന്ത് ചെയ്യണം? അതിനെ കീഴടക്കണം. പക്ഷേ കയ്യിൻ എന്ത് ചെയ്തില്ല? ദൈവത്തിന്റെ വാക്കുകൾ അവൻ അനുസരിച്ചില്ല. അവൻ എന്തായിട്ട് മാറി? ഒരു കൊലപാതകനായിട്ട് മാറി. ദൈവ സാന്നിധ്യത്തിൽ നിന്നും ഓടി അകലുന്നവനായി കയ്യിന്റെ ജീവിതം മാറ്റപ്പെടുവാൻ കാരണമായിട്ട് തീർന്നു. എന്താ? അരുളി ചെയ്തവനെ അവൻ നിരസിച്ചു. മനസ്സിലായോ? അരുളി ചെയ്തവനെ അവൻ നിരസിച്ചു. ദൈവമക്കളെ, ഭയത്തോടുകൂടെ നാം കേൾക്കണം. അനുസരണക്കേട് നമ്മെ വലിയ പാപത്തിലേക്ക് നയിക്കും. ഒരിക്കലും നാം അവിടെ കയ്യനെ കുറിച്ച് വായിക്കുന്നത് അവനിനി ഒരിക്കലും ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ വണ്ണമുള്ള പോക്കായി പോയി അവന്റെ പോക്ക്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിന്റെ അരുളപ്പാടുകളെ ദൈവം തന്റെ ദാസന്മാരിലൂടെ ഇന്ന് നമ്മോട് പറഞ്ഞു തരുമ്പോൾ ആ വാക്കുകളെ നമ്മൾ അനുസരിക്കണം. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന അതിനേക്കാൾ അപകടകരമാണ്. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. എന്താ അവിശ്വാസം എന്നാലുള്ള ആ വലിയ അപകടം എന്താണ്? അതിന്റെ ആരംഭത്തിൽ എന്താ വായിക്കുന്നത്? ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുവാൻ അത് കാരണമായിട്ട് തീരും. മനസ്സിലായോ? ഞാൻ നേരത്തെ കേട്ടു, ദൈവത്തിന്റെ വചനങ്ങളെ അരുളപ്പാടുകളെ നമ്മൾ അവിശ്വസിക്കരുത്. അവിശ്വസിച്ചാൽ എന്താ ഉണ്ടാകുന്നത്? ഈ ജീവനുള്ള ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യും? തള്ളിപ്പറയും. ആ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയും. കാരണം ഈ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. അങ്ങനെയാണ് നിരീശ്വരവാദികൾ ഇന്ന് പെരുകിയിരിക്കുന്നത്. അതുകൊണ്ട് വിഗ്രഹാരാധികൾ പെരുകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന്റെ അടിസ്ഥാന കാരണം ദൈവത്തിന്റെ അരുളപ്പാടുകൾ ശ്രദ്ധയോടെ കേൾക്കുവാനുള്ള മനസ്സില്ലായ്മ, ദൈവത്തോടുള്ള നിരസരണം, അതിനെന്തിലേക്ക് വന്ന് ചേരുന്നു? ഈ ദൈവത്തെ ഹൃദയം കൊണ്ടങ്ങ് ത്യജിക്കുന്നതായ അനുഭവത്തിലേക്ക് അവനെ എത്തിക്കും. വലിയ അപകടകരമാണ്. ഇത് വലിയ മുന്നറിയിപ്പാണ്. നമുക്ക് അങ്ങനെ പോകുന്നവരെ കുറിച്ച് ദുഃഖിക്കാനേ കഴിയൂ. നമുക്ക് യാതൊന്നും സാധ്യമല്ല. അവൻ യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വന്നാൽ അത് അവർക്ക് തന്നെ നന്മയായിട്ട് തീരുവാൻ ഇടയാകും. അതുകൊണ്ട് ഇനി രണ്ടാമത്തെ നാം വിഷയത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്, അരുളി ചെയ്തവനെ നിരസിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ സംഭവിക്കുന്നു. അത് വളരെ ഗൗരവം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. കാരണം യഥാസ്ഥാനത്വപ്പെടേണ്ടത് വളരെ അനിവാര്യമായിരിക്കുന്നു. അതുകൊണ്ട് യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ അത് വളരെ ഭയാനകമാണ് എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ ഈ തിരുവെഴുത്തുകളെ നമ്മൾ മനസ്സിലാക്കണം. നാം എബ്രായ ലേഖനത്തിന്റെ 12:25 നമ്മൾ നേരത്തെ വായിച്ചു, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. എന്നിട്ട് അതിന്റെ താഴെ വായിക്കുന്നത്, ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതെ ഇരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. ഭൂമിയിൽ അരുളി ചെയ്തത് ആരായിരുന്നു? അത് പഴയ നിയമത്തിൽ നിന്ന് പറയുന്നതാണ്. അന്ന് മോശയാണ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ആരോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇസ്രായേലിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ മോശയെ ഏതെല്ലാം സന്ദർഭത്തിൽ ഇസ്രായേൽ ജനം അനുസരിക്കാതെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അനേകായിരങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് പോലെ ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതെ ഇരുന്നു എങ്കിൽ, 2-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിലും എന്താ വായിക്കുന്നത്? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. ഓരോരോ ലംഘനത്തിനും. അപ്പൊ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനത്തെ നാം ത്യജിച്ചാൽ
ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും എന്ത് കിട്ടും? അവിടെ ന്യായമായ പ്രതിഫലം എന്ന് പറയുമ്പോ they were punished for what they did എന്നാണ്. അവർ എന്ത് ചെയ്തോ അതിന് തക്കവണ്ണമുള്ള ശിക്ഷ അവർക്ക് കിട്ടും. ഏത് പാപമാണോ ദൈവത്തിന് വിരോധമായിട്ട് നീ ചെയ്യുന്നത് അതിന് തക്കവണ്ണം അടി കിട്ടും. കണ്ണുകൊണ്ടാണ് പാപം ചെയ്യുന്നതെങ്കിൽ അതിന് തക്കവണ്ണം, അധരം കൊണ്ടാണ് പാപം ചെയ്യുന്നതെങ്കിൽ അതിന് തക്കവണ്ണം, ചിന്ത കൊണ്ടാണ് പാപമെങ്കിൽ അതിന് തക്കവണ്ണം, പ്രവർത്തികൾ കൊണ്ടാണ് പാപമെങ്കിൽ അതിന് തക്കവണ്ണം അടി ദൈവം തരും. ഒരു തർക്കവും ആ കാര്യത്തിന് വേണ്ട. ദൈവത്തിന്റെ മക്കളാണോ? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മക്കളെങ്കിൽ അവൻ അടിച്ചിരിക്കും. മക്കളാണോ അവൻ ശിക്ഷിച്ചിരിക്കും. അടി കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മക്കൾ എന്ന പദവിയിലേക്ക് വന്നിട്ടില്ലെന്നാണ്. അപ്പൊ പിതാവായ ദൈവത്തിന്റെ അരുളപ്പാടുകളെ നിരസിച്ചാൽ എങ്ങനെ തെറ്റി ഒഴിയും? അവർ ശിക്ഷിക്കപ്പെടും എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതായിരിക്കുന്ന വചനവും അനുസരിക്കാതെ പോയാൽ ചെയ്തതായ തെറ്റുകൾക്കൊത്തവണ്ണം ശിക്ഷ ഉറപ്പാണ്. അതുകൊണ്ട് ഈ ദൈവത്തോട് ആരും നീരസം കാണിക്കേണ്ട. ദൈവത്തിന്റെ അരുളപ്പാടുകളെ നിരസിക്കുവാൻ നമുക്ക് അനുവാദമില്ല. 10-ാം അധ്യായത്തിന്റെ 28, 29 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 26 മുതൽ വായിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിലും 1-2 വാക്കുകൾ മാത്രമേ ഞാൻ അവിടെ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുള്ളൂ. അതിന്റെ പഴയ നിയമത്തിൽ നിന്ന് പറയുന്ന ഒരു വാക്ക് 28-ാമത്തെ വാക്യമാണ്. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ മരണശിക്ഷ. പഴയ നിയമത്തിലുള്ള കാര്യമാണ്. മോശം, അത് നേരത്തെ നമ്മൾ കണ്ടു 12-ാം അധ്യായത്തിൽ. അവിടെ എന്താ വായിച്ചത്? ഈ ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ. ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ മരണശിക്ഷ. ഒരപ്പീലും അതിനകത്ത് ഇല്ല, ഒരപ്പീലും ഇല്ല. ദൈവകൽപ്പനകളെ മറുതലിച്ചാൽ ശിക്ഷ ഉറപ്പാണ്, കരുണ കൂടാതെയാണ്. ദൈവം എന്തേ ഇങ്ങനെ ആ വീടിനെ ശിക്ഷിച്ചത്? ദൈവം എന്തേ ആ വ്യക്തിയെ ഇങ്ങനെ ശിക്ഷിച്ചത്? എന്തേ ആ സഭയെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഒരു കരുണയും കാണിച്ചില്ലല്ലോ, ഒരു ദയവും ആ കാര്യത്തിൽ ഉണ്ടായില്ലല്ലോ. ആ കുഞ്ഞൊരു പിഞ്ചു കുഞ്ഞായിരുന്നല്ലോ. ഈ കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞിരുന്നതേ ആയിരുന്നുള്ളുവല്ലോ. എന്താ സംഭവിച്ചത്? കരുണ കൂടാതെ ന്യായവിധിക്കും. അതിനേക്കാളും ഭയങ്കരമാണ് കേട്ടോ അതിന്റെ താഴെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോ 29-ൽ നമ്മൾ വായിക്കുന്നത്. അതിന്റെ ഒടുവിലേക്ക് ഞാൻ ആദ്യം പറയാം. എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. മുകളിൽ പറഞ്ഞത് എന്താണ്? ന്യായപ്രമാണം അനുസരിക്കാതിരുന്നാൽ എന്താണ്? മരണശിക്ഷ ഉറപ്പാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് എത്ര കഠിനമേറിയ ശിക്ഷ എന്നാണ്. എത്ര കഠിനമേറിയ, ആർക്കും അതിനെ അളക്കുവാൻ കഴിയില്ല. അതിന്റെ കാഠിന്യം അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകുകയുള്ളൂ. എന്താ കാരണമെന്നറിയാമോ? ഈ കഠിനമേറിയ ശിക്ഷയ്ക്കുള്ള കാരണമെന്താ? വെറുതെ ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. അവൻ കാരണം കൂടാതെ ആരെയും ശിക്ഷിക്കുന്ന ദൈവം അല്ല. പിന്നെ എന്തിനാ ശിക്ഷിക്കുന്നത്? അവിടെ ആ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ദൈവപുത്രനെ ചവിട്ടിക്കളയുക. ഹേറ്റ് ഫോർ ദ സൺ ഓഫ് ഗോഡ് എന്നാണ്. ദൈവപുത്രനെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെറുക്കുക. ഹേറ്റ് എന്ന വാക്കാണ്. ദൈവപുത്രനെ വെറുക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വെറുക്കുക. അവർക്ക് എന്ത് കിട്ടുമെന്നാ പറഞ്ഞത്? എത്ര കഠിനമേറിയ ശിക്ഷ. ഇതൊക്കെ നമ്മൾ കരുതണം, ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. ദൈവപുത്രനെ ചവിട്ടിക്കളയുക. പിന്നെ അടുത്തത് എന്താണ്? അവിടെ വായിക്കുന്നത്, തന്നെ വിശുദ്ധീകരിച്ച
നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുക. നോ റെസ്പെക്ട് ഫോർ ദ ബ്ലഡ് ഓഫ് സാക്രിഫൈസ് എന്നാണ്. നിയമരക്തത്തെ, ഞാൻ പാപിയായിരുന്നു, ഞാൻ എന്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിൽ ചൊരിഞ്ഞതായ രക്തം എന്റെ മേൽ തളിച്ചു. അവൻ എന്നെ വിശുദ്ധീകരിച്ചു. ഞാൻ അവന്റെ മകനായിട്ട് തീർന്നു. ഒരു സുപ്രഭാതത്തിൽ അത് ഞാൻ മറക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല, അതിനെ ബഹുമാനിക്കുന്നില്ല എന്നാണ്. എന്നെ വിശുദ്ധീകരിച്ചത് യേശുവിന്റെ രക്തമാണ്. ആ യേശുവിന്റെ രക്തത്തെ മലിനമെന്ന് ഞാൻ എണ്ണുക. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? നിയമരക്തത്തെ മലിനമെന്ന് എണ്ണുക. ഓ, എന്തൊരു അവസ്ഥയാണത്! എന്തൊരു അവസ്ഥയാണത്! അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് നാം വായിക്കുന്നത് എന്താണ്? എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാണ്. ഇനി മൂന്നാമത് അവിടെ എന്താ വായിക്കുന്നത്? മൂന്നാമത് വായിക്കുന്നത് കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ. അവിടെ വായിക്കുന്നത് ഹു ഇൻസൾട്ട് ദ സ്പിരിറ്റ് എന്നാണ്. ദൈവത്തിന്റെ ആത്മാവിനെ ഇൻസൾട്ട് ചെയ്യുക. അവനെ അങ്ങ്, നമ്മളൊരു വ്യക്തി ഇൻസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവനെ അങ്ങ് താഴ്ത്തിക്കെട്ടുക, അല്ലെ? അവനെ അങ്ങ് ഒന്നുമില്ലാതാക്കുക, കൃപ നിസാരമാക്കുക. പരിശുദ്ധാത്മാവിന്, ഓ എന്താത്മാവ്, എന്താത്മാവ്, ഏതാത്മാവ്! എന്നോട് അങ്ങനെ ഒന്നും ഒരു ആത്മാവും സംസാരിച്ചിട്ടില്ല, എന്നോട് അങ്ങനെ ആത്മാവൊന്നും ഇടപെട്ടിട്ടില്ല. കൃപയുടെ ആത്മാവിനെ എന്ത് ചെയ്യുന്നു? നിന്ദിക്കുന്നു, നിസാരവൽക്കരിക്കുന്നു. ഓ, അവരെ കുറിച്ച് പറയുകയാണ് എന്ത്? എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. അതിന്റെ ആ കാര്യത്തെക്കുറിച്ച് 26 പറഞ്ഞിരിക്കുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ, മനഃപൂർവം യേശുക്രിസ്തുവിനെ ചവിട്ടിക്കളഞ്ഞാൽ, മനഃപൂർവം യേശുവിന്റെ രക്തത്തെ മലിനമെന്നെണ്ണിയാൽ, മനഃപൂർവം കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചാൽ എന്താ കിട്ടുക? എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. അതിന്റെ മുകളിൽ 26 നമ്മൾ വായിക്കുന്നത്, 26ഉം 27ഉം വായിക്കുന്നത്, ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ഒരുത്തൻ മാറിപ്പോകുമ്പോൾ അവനെ കാത്തിരിക്കുന്നത് എതിരികളെ, ശത്രുക്കളെ ദഹിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയാണ്. അതുകൊണ്ട് എനിക്ക് കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് പോകാനൊക്കെ എളുപ്പമാണ്. ചെന്ന് ചേരുന്ന സ്ഥാനം നിത്യാഗ്നിയാണ്, ക്രോധാഗ്നിയാണ് എന്നത് നമ്മൾ മറന്നു പോകരുത്. അതിന്റെ 30ാമത്തെ വാക്യത്തിൽ പഴയ നിയമത്തിലും തന്നെ ദൈവത്തിന്റെ അരുളപ്പാട് എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കെന്താണ്? പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും, ഞാൻ പകരം വീട്ടും. അതാ കർത്താവ് പറയുന്നത്. നിങ്ങൾ ആരും പ്രതികാരമൊന്നും ചെയ്യണ്ട, ആരും പ്രതികാരത്തിന് പോകണ്ട. അവരെ പ്രതികാരം വീട്ടാൻ എനിക്കറിയാം. അവിടെ അങ്ങനെയല്ല വായിക്കുന്നത്, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും, കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ഇങ്ങനെ അരുളി ചെയ്തവനെ നമുക്കറിയാമെങ്കിൽ ഒരു മിനിറ്റ് പോലും ഈ ദൈവത്തിന്റെ അരുളപ്പാടുകളെ നമ്മൾ നിരസിക്കില്ല. അരുളി ചെയ്തവനെ നമ്മൾ നിരസിക്കില്ല, ദൈവപുത്രന്റെ അരുളപ്പാടുകളെ നിരസിക്കില്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞതിനെ നിരസിക്കില്ല, അപ്പോസ്തലന്മാരുടെ വാക്കുകളെ നിരസിക്കില്ല, ഇന്ന് ദൈവദാസന്മാർ പറയുന്ന വാക്കുകളെ നിരസിക്കില്ല, ദൂതന്മാർ പറഞ്ഞതും നിങ്ങൾ നിരസിക്കില്ല. കാരണം എന്താണ്? ഇത് നിരസിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ചെറുതല്ല, അത് വളരെ വലുതാണ് എന്ന് നമ്മൾ ഓർക്കണം. 3-ാം അധ്യായത്തിന്റെ 18ാമത്തെ വാക്യത്തിലേക്കും കൂടെ ഒന്ന് വരാം. 3-ാം അധ്യായം 18ാമത്തെ അതിന്റെ 3-ാം അധ്യായം
18 വാക്യം, 3:18. അവിടെ വായിക്കുന്നത്, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു. They were not allowed to enter his place of rest എന്നാണ്. ഇങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാടുകളെ നിരസിക്കുന്നവർക്ക് എന്ത് കിട്ടില്ല? സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു സ്വസ്ഥത, ആ സ്വസ്ഥതയെ കുറിച്ചല്ല. അവിടെ നമ്മൾ 4-ാം അധ്യായത്തിന്റെ 1 വായിക്കുന്നു, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ എന്ന് പറഞ്ഞാൽ ആ സ്വസ്ഥത എന്ന് പറയുന്നത് എന്താണ്? നിത്യമായതാണ്. അത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 12-ാം അധ്യായത്തിന്റെ താഴെയുള്ള വാക്യത്തിൽ, അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. അപ്പോൾ അവന്റെ സ്വസ്ഥത എന്ന് ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇളകാത്തതായ ഒരു രാജ്യമാണ്. ഈ ഇളകുന്ന രാജ്യത്തിന് വേണ്ടിയല്ല, ഇളകാത്ത ഒരു രാജ്യം, അവനോട് കൂടെയുള്ളതായ വിശ്രമം, അവനോട് കൂടെയുള്ളതായിരിക്കുന്ന സ്വസ്ഥത, നിത്യമായിരിക്കുന്ന ഒരു സ്വസ്ഥത ദൈവ സാന്നിധ്യത്തിൽ, ദൈവത്തിൽ നമുക്ക് ലഭിക്കുവാൻ ഇടയാകണമെങ്കിൽ അരുളി ചെയ്തവനെ നിരസിക്കരുത് എന്നുള്ളതാണ്. 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, 4:3 അവിടെ വായിക്കുന്നത്, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആരെ കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നത്? തൊട്ട് മുകളിലെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, കേട്ടവരാണ് എങ്കിലും വിശ്വാസമായി പരിണമിക്കാത്തവരെ കുറിച്ച്, അത് വിശ്വസിക്കാത്തവരെ കുറിച്ച്, ഹൃദയത്തിൽ രൂപാന്തരം സംഭവിക്കാത്തവരെ കുറിച്ച് പറയുകയാണ്. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ദൈവം എന്ത് ചെയ്തു? സത്യം ചെയ്തു, കോപത്തിൽ സത്യം ചെയ്തു എന്ന്. ഒരു വിട്ടുവീഴ്ചയും അവിടെയില്ല. നമ്മൾ വായിച്ചു, കരുണ കൂടാതെ, അല്ലെ, കരുണ കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പത്രോസും അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്, കരുണ കൂടാതെ ന്യായം വിധിക്കുന്നവന് പിതാവ് എന്ന് നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഈ പ്രവാസകാലം നിങ്ങൾ ഭയത്തോടെ കഴിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പിതാവിനെ നമ്മൾ ഭയപ്പെടണം. അവന്റെ അരുളപ്പാടുകളെ നിരസിക്കുവാനായിട്ട് പാടുള്ളതല്ല. അതുകൊണ്ട് അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എബ്രായർ 4:11, അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കാം. എന്തിനാ നമ്മുടെ ഉത്സാഹം? സ്വസ്ഥതയിൽ പ്രവേശിക്കണം. യഥാസ്ഥാനത്വം ദൈവം ഇവിടെയാണ് ആഗ്രഹിക്കുന്നത്. തന്നോട് കൂടെ തന്റെ മക്കൾ ഇരിക്കണം. അതിന് വേണ്ടുന്നത് എന്താണ്? അവന്റെ വചനത്തെ അധികം ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. അരുളി ചെയ്തവനെ നിരസിക്കുവാൻ നമ്മൾ നോക്കരുത്. ഹൃദയത്തെ നമ്മൾ കഠിനമാക്കരുത്. ദൈവപുത്രനെ ചവിട്ടിക്കളയരുത്. നിയമരക്തത്തെ മലിനമെന്ന് എണ്ണരുത്. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കരുത്. അത് സംഭവിച്ചാൽ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് നമ്മൾ പാത്രീഭൂതരാകും. അത് വേണ്ട. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ, എവിടെയാണ് നമ്മൾ തെറ്റിയത്? എവിടെയാ തെറ്റിയത്? തെറ്റിയ ഇടത്ത് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിച്ചു വരിക. നാം ആരും തികഞ്ഞവരല്ല എന്ന് നമുക്കറിയാം. ഏതെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ ഭാഗങ്ങളിൽ തെറ്റിപ്പോയിട്ടുള്ളവരാണ് നമ്മൾ. കർത്താവിനോട് സോറി പറയണം. കർത്താവെ ക്ഷമിക്കണം. ഒടുവിൽ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ സാധാരണ വായിക്കാറുള്ള വാക്യമാണ്. എന്താ വായിക്കുന്നത്? ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവവചനം എത്രയോ കൃത്യമാണ്. പിതാവ് അരുളി ചെയ്ത, പുത്രൻ അരുളി ചെയ്ത, പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം കൃത്യമാണ്. അത് ജീവനുള്ളതാണ്. അത് നമ്മുടെ ഹൃദയത്തെ തുളച്ചു ചെല്ലണം.
നമ്മുടെ ഹൃദയങ്ങളെ അത് വിവേചിക്കുമ്പോൾ, കുറ്റങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ദൈവമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ. കർത്താവെ, അങ്ങേക്ക് വേദനിക്കത്തക്കവണ്ണം, അങ്ങയെ ദുഃഖിപ്പിക്കത്തക്കവണ്ണം എന്റെ ജീവിതത്തിൽ എന്താണുള്ളത് എന്ന് പറഞ്ഞ് തിരുത്താൻ, മാനസാന്തരപ്പെടാൻ, വചനമനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മിൽ എന്താ സംഭവിക്കുന്നത്? യഥാസ്ഥാനത്വം സംഭവിക്കും. അത് സംഭവിക്കണം. മാറ്റം നമ്മിൽ ഉണ്ടാകണം. നാം മടങ്ങി വന്നേ മതിയാകൂ, തിരിച്ചു വന്നേ മതിയാകൂ. കർത്താവിന് നമ്മെ ഉപയോഗിക്കുവാൻ, നമ്മെ ലഭിക്കത്തക്കവണ്ണം നാം മടങ്ങി വന്നേ മതിയാകും. ഈ വചനങ്ങളാലും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം.